ആരാണ് ബിഗ് ബോസ് വീട്ടിലെ 8ാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റൻ? 3 പേരെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ആരാവും ക്യാപ്റ്റൻ? ആരായി കഴിഞ്ഞാലും വീട് ജസ്റ്റ് ഒന്ന് തകിടം മറിയാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകളൊന്നും അല്ല ക്യാപ്റ്റൻ ആവാൻ പോകുന്നത്. അവരെങ്ങനെ ഇത് മാനേജ് ചെയ്യും? നമ്മൾ വിചാരിക്കാത്ത പലരും ക്യാപ്റ്റൻസിയിൽ ഇപ്പോൾ നോമിനേഷനിൽ വന്നിട്ടുണ്ട്. ലൈവിൽ എന്തോന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാപ്റ്റൻസി നോമിനേഷനാണ്, അത് കഴിഞ്ഞു. ആരുടെയൊക്കെ പേര് നോമിനേറ്റ് ചെയ്തു, എന്തൊക്കെ കാരണങ്ങളാണ് പറഞ്ഞത്, ഇതെല്ലാവരുടെ ഗ്രൂപ്പായിട്ട് കളിച്ചൊരു കളിയാണോ, അതിനകത്തൊരു ഇൻഡിവിജ്വൽ ഉണ്ടോ, എല്ലാം സംസാരിക്കാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ക്യാപ്റ്റൻസി നോമിനേഷൻ വന്നു. ആ ക്യാപ്റ്റൻസി നോമിനേഷനിൽ എനിക്ക് ഇത്തിരി നന്നായിട്ട് ഫീൽ ചെയ്തത് ഈ ഒരു നോമിനേഷനാണ്. കാരണം എല്ലാവരും അവരവരുടെ അഭിപ്രായം പറഞ്ഞു. മറ്റേത് ഒരറ്റത്തുനിന്ന് ഒരു പേര് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അതെന്തായാലും ഒരു 10 പേര് 15 പേര് ആ പേര് അങ്ങ് റിപ്പീറ്റ് അടിച്ച് പോകും. ആ ഒരവസ്ഥ മാറി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഏതാണ്ട് 5-6 വോട്ടുകളൊക്കെ എല്ലാവർക്കും കിട്ടിയെങ്കിലും നല്ല രീതിയിൽ അത് പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. വെറൈറ്റി ചിന്താഗതികൾ നമുക്ക് കാണാൻ പറ്റി. എന്തായാലും സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഞാൻ ലൈവ് അപ്ഡേറ്റ് ചെയ്യാതിരുന്നത് വോട്ടിടാനായിട്ട് പോയിരുന്നു. വോട്ടിട്ടിട്ട് വന്ന വഴിയാണ്. അതാണ് ലൈവ് അപ്ഡേറ്റ് ചെയ്താൽ കണ്ടില്ലേ, വോട്ടൊക്കെ ഇട്ടു, സെറ്റാണ്. അപ്പോൾ പേരുകൾ: ഗബ്രി നോമിനേറ്റ് ചെയ്യുന്നത് റസ്മിനെയും നോറയാണ്. റസ്മിന് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ റസ്മിൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാകും എന്ന് കാണാൻ ആഗ്രഹമുണ്ട്. റസ്മിനൊരു അവസരം കിട്ടട്ടെ എന്നാണ് പറയുന്നത്. നോറയുടെ പേര് പറയാൻ കാരണം നോറയ്ക്ക് എപ്പോഴും അവസരം കിട്ടുന്നില്ല എന്ന് പറയുന്നത്. നോറയ്ക്കും ഈ പറയും പോലെ അവസരം കിട്ടട്ടെ, ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കട്ടെ. അടുത്ത് ശ്രീരേഖ. ഞാൻ അഭിഷേക് ശ്രീകുമാറിൻ്റെയും അഭിഷേക് ജയദീപിൻ്റെയും പേരാണ് പറയുന്നത്. 2 പേരുടെയും ടാസ്കുകൾ നമ്മൾ കണ്ടതാണ്. ക്യാപ്റ്റൻസി വരുന്ന രീതി എങ്ങനെയാണെന്ന് കാണാൻ താല്പര്യമുണ്ട്. മറ്റുള്ളവരെ ഇവർ ഗൈഡ് ചെയ്യുമോ അതോ വേറെ ഏതെങ്കിലും ലെവലിലായിരിക്കുമോ ഇവർ കളിക്കുന്നത്? ഗൈഡ് ചെയ്യണം ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ. ശരണ്യ പോകുന്നു. അഭിഷേക് ശ്രീകുമാറിൻ്റെയും അഭിഷേക് ജയദീപിൻ്റെയും പേരാണ്. അഭിഷേക് ശ്രീകുമാർ ടാസ്കിലൊക്കെ ഭയങ്കരമായിട്ട് അഗ്രസീവാണ്. ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഈ അഗ്രസീവോട് കൂടി മാനേജ് ചെയ്യും? അടുത്ത അഭിഷേക് ജയദീപ് പോയിട്ട് പറയുന്നത് ഒരു നല്ലൊരു സ്വഭാവമുള്ള ഒരാളാണ്, നല്ലൊരു ക്യാരക്ടറാണ്, നല്ലൊരു ക്യാപ്റ്റൻ ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുവാണ്, എങ്ങനെയാവും നോക്കാമെന്ന് പറയുകയാണ്. ഋഷി പോകുന്നു. സിജോയുടെയും സായിയുടെയും പേരാണ് പറയുന്നത്. സിജോ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ലാസ്റ്റ് ക്യാപ്റ്റൻ ആയിരുന്നു, പക്ഷേ അത് അധികം ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കാണിക്കട്ടെ, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ് സിജോ. പിന്നെ സായിയുടെ പേര് പറയുന്നത്, സായി ഇവിടെ വരുന്നുണ്ട്, ചാരി കിടക്കുന്നുണ്ട്, കാമാണ്. ഇതേ കാം തന്നെയാണോ ക്യാപ്റ്റൻസിയിലെന്ന് നമുക്ക് നോക്കാം. എൻജോയ് ചെയ്ത് സൂപ്പറായിട്ട് കൊണ്ടുപോകും എന്നാണ് വിശ്വസിക്കുന്നതെന്ന് പറയുന്നു. അടുത്ത് ജാസ്മിൻ. സായിയുടെയും നോറയുടെയും പേരാണ്. സായി ഒരു ഇവിടെ വരുന്നു. സായിയുടെ ഒരു ഒന്നും കാണുന്നില്ല ഇവിടെ, ചുമ്മാ ഇരിക്കുന്ന റെസ്പോൺസിബിലിറ്റി ആയിക്കോട്ടെ, ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ അത് രണ്ടും വരണം. പിന്നെ ഞാൻ നോറയുടെ പേര് പറയുന്നു. അവസരങ്ങൾ നോറയ്ക്ക് പലപ്പോഴും കിട്ടാറില്ല എന്ന് നോറ പറയുന്നു. ഇതൊരു അവസരമാണ്. അപ്പോൾ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ നോറ അവിടെ പേഴ്സണൽ ഗ്രഡ്ജ് എടുക്കുമോ എന്ന് കാണാൻ പറ്റുന്ന ഒരു അവസരമാണ്. നോക്കാം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പേരിലായിരിക്കും നോറയും ഈ പറയുന്ന ജാസ്മിനും കൂടെ ഒരടക്ക് കൂടാൻ സാധ്യത. അൻസിബ പോകുന്നു. അഭിഷേക് ജയദീപിൻ്റെയും ജിൻഡോയുടെയും പേരാണ്. അഭിഷേക് ജയദീപ് മനോഹരമായിട്ടുള്ള ഒരാളാണ്. അതിനെ എന്ത് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാലും, മനോഹരമായിട്ടുള്ള ആളെന്നല്ല, എന്ത് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാലും മനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാപ്റ്റൻസിയും സൂപ്പർ ആക്കും എന്ന് തോന്നുന്നു. ജിൻഡോ ഒരു തവണ ജയിച്ചതാണ്, കുറേ നെഗറ്റീവ്സൊക്കെ വാങ്ങിക്കൂട്ടി. ഇത്തവണയെങ്കിലും ജയിച്ചൊരു ബെസ്റ്റ് ക്യാപ്റ്റൻ ആവാനുള്ള ഒരു അവസരം തരുന്നു ജിൻഡോ. ഞാൻ നന്ദനയുടെയും അഭിഷേക് ജയദീപിൻ്റെയും പേര് പറയുന്നു. നന്ദന കഴിഞ്ഞ തവണ ഫെയിലായിപ്പോയി, ഇത്തവണയെങ്കിലും കയറി വരട്ടെ. ജിൻഡോ അടുത്ത് അഭിഷേക് ജയദീപ് ക്യാപ്റ്റൻ ആവാനായിട്ട് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവൻ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്ത് സിജോ. സായിയുടെയും നോറയുടെയും പേരാണ്. സായി ക്യാപ്റ്റൻ ആവാനായിട്ട് ഉള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ്, വളരെ കാമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സായി ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് നോക്കാമെന്ന് പറയുന്നു. അടുത്ത് നോറയുടെ പേര് ഞാൻ പറയുന്നു. കാരണം നോറയുടെ അധികാരം കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. തിരുത്തപ്പെടേണ്ട പല കാര്യങ്ങളും നോറയിലുണ്ട്. അത് തിരുത്തപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാമെന്ന് പറയുന്നു. അടുത്ത് അപ്സര. റസ്മിൻ്റെയും അഭിഷേക് ജയദീപിൻ്റെയും പേരാണ്. റസ്മിൻ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണ്. അടുത്ത അഭിഷേക് ജയദീപ് എല്ലാ കാര്യങ്ങളും ശ്രമിക്കും, പക്ഷെ പറ്റുന്നില്ല. പക്ഷേ ഈ ക്യാപ്റ്റൻസി പറ്റട്ടെ. റസ്മിൻ അഭിഷേക് ജയദീപിൻ്റെയും നോറയുടെയും പേരാണ്. ജയദീപിനൊരു ക്വാളിറ്റി ഉണ്ട്, അവനത് ചെയ്ത് കാണിക്കട്ടെ. അടുത്ത് നോറയുടെ പേര് വരാൻ കാരണം ടാസ്ക് എല്ലാം നോറ നല്ലോണം ചെയ്യുന്നുണ്ട്, ഇതും നോറ നല്ലോണം ചെയ്യട്ടെ. അർജുൻ. റസ്മിൻ്റെയും നോറയുടെയും പേരാണ്. റസ്മിൻ എബിലിറ്റി ഉണ്ട്, ഫെയർ പ്ലേ കളിക്കുന്ന ആളാണ്. അപ്പോൾ റസ്മിനെ കൊണ്ട് പറ്റും. പിന്നെ നോറയുടെ പേര് പറയാൻ കാരണം നോറ ഒരു അടിപൊളി പ്ലെയറാണ്, നല്ലൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് നോറയ്ക്ക് പറ്റണം.
അടുത്ത സായി നോറയുടെയും റസ്മിൻ്റെയും പേരാണ്. നോറ ഒത്തിരി കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും പുറത്ത് വരുന്നില്ല. അപ്പോൾ ഇതിനി കാണണം. നോറയുടെ ഒത്തിരി കാര്യങ്ങൾ ഇനി കാണാനുമുണ്ട്. റസ്മിൻ്റെ പേര് പറയുന്നു. റസ്മിൻ അതിനായിട്ടുള്ള ഒരു ആക്സസ്, ഇപ്പോൾ കാണിക്കുന്ന ഒരു ആക്സസ് റസ്മിനുണ്ട്. അപ്പോൾ അത് വരട്ടെ, ക്യാപ്റ്റൻസിയിലേക്ക് വരട്ടെ. അടുത്ത അഭിഷേക് ജയദീപ് പോകുന്നു. റസ്മിൻ്റെയും ജിൻഡോയുടെയും പേരാണ്. റസ്മിൻ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, അത് കാണിക്കട്ടെ. ജിൻഡോ ഒരിക്കൽ കൂടി ക്യാപ്റ്റൻ ആണെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം, ജിൻഡോയ്ക്ക് ആഗ്രഹമുണ്ടല്ലോ, നോക്കാം. അടുത്ത് നന്ദന പോകുന്നു. അഭിഷേക് ജയദീപിൻ്റെയും ജിൻഡോയുടെയും പേരാണ്. അഭിഷേക് ജയദീപിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടി ഈ ക്യാപ്റ്റൻസി ഉപകാരപ്പെടും. അപ്പോൾ ജിൻഡോയുടെ പേര് പറയാൻ കാരണം ക്യാപ്റ്റൻ ആവണമെന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഉപ്പ ക്യാപ്റ്റൻ ആവാതെ ഇത്തവണയെങ്കിലും ഒരു സൂപ്പർ ക്യാപ്റ്റൻ ആവണം. അടുത്ത് നോറ പോകുന്നു. സിജോയുടെയും സായിയുടെയും പേരാണ്. സിജോ ചേട്ടൻ ഇവിടെ ക്യാപ്റ്റൻ ആവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഇവിടെ ലാസ്റ്റ് ടൈം നിന്നപ്പോൾ ക്യാപ്റ്റൻസിയിലായിരുന്നു. അപ്പോൾ ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്ന് കാണാൻ ആഗ്രഹമുണ്ട്. അത് കഴിഞ്ഞ കംപ്ലീറ്റ് ചെയ്യാതെ പോയല്ലോ, അതുകൊണ്ട്. സായി ഇവിടെ കൂൾ ആൻഡ് സൈലൻ്റ് ആണ്. ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയണം. അടുത്ത് അഭിഷേക് ശ്രീകുമാർ പോകുന്നു. നോറയുടെയും ജിൻഡോയുടെയും പേര്. നോറ ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. നോറ എന്താണ് ചെയ്യുന്നതെന്ന് കാണാമല്ലോ. ജിൻഡോ നന്നാവാനുള്ളൊരു അവസരം തരികയാണ്. അടുത്ത ശ്രീതു. റസ്മിൻ്റെയും നോറയുടെയും പേരാണ്. റസ്മിൻ ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കുന്ന ആളാണ്, എല്ലായിടത്തും ഈക്വലായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ കളിക്കട്ടെ റസ്മിൻ. നോറ പേഷ്യൻസ് കുറേ കൂടി നോറ പഠിക്കും. റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നോറ അറിയും. അതിന് പറ്റിയ ഒരു അവസരമാണിത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ക്യാപ്റ്റൻസി നോമിനേഷൻ വരുന്നത്. ടോട്ടൽ വോട്ടുകൾ ഞാൻ ആദ്യം വായിക്കാം. റസ്മിന് 6 വോട്ട്, നോറയ്ക്ക് 8 വോട്ട്, അഭിഷേക് ശ്രീകുമാറിന് 2 വോട്ട്, അഭിഷേക് ജയദീപിന് 7 വോട്ട്, സിജോയ്ക്ക് 2 വോട്ട്, സായിക്ക് 4 വോട്ട്, ജിൻഡോയ്ക്ക് 4 വോട്ട്, നന്ദനയ്ക്ക് 1 വോട്ട്. 3 പേരെ ടോട്ടൽ സെലക്ട് ചെയ്യാനാണ് ബിഗ് ബോസ് ആദ്യമേ പറയുന്നത്. അപ്പോൾ 8 വോട്ടുകൾ കിട്ടി നോറയും, 7 വോട്ടുകൾ കിട്ടി അഭിഷേക് ജയദീപും, 6 വോട്ടുകൾ കിട്ടി റസ്മിനും സെലക്ട് ആവുകയാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാൻ. ഇവരിൽ ആരായി കഴിഞ്ഞാലും ഒരു അടി പൊട്ടുന്ന ഒരു വീക്കായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഇവർക്ക് ശാന്തമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. റസ്മിനായാലും നോറയായാലും അഭിഷേക് ജയദീപ് ആയാലും. കാരണം ഇവിടെ പടക്കങ്ങൾ പൊട്ടിക്കാൻ കഴിവുള്ള കണ്ടസ്റ്റൻസ് ആണ് 3 പേരും. ക്യാപ്റ്റൻ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ്, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. എങ്കിൽ കൂടിയും ക്യാപ്റ്റൻ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് കളിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ആര് ജയിക്കും എന്നുള്ളത്. ഇപ്പം തന്നെ ജയിൽ നോമിനേഷന് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ന് ഫ്രൈഡേ ആണ്. എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഇടണം. ഈ ടാസ്കുകൾ വരുത്തണം. അപ്പോൾ അതിനെല്ലാം സമയമുണ്ട്, സമയം കുറവാണ്. അപ്പോൾ വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. ഇന്ന് രാവിലെ ദിലീപ് വന്നിട്ട് ദിലീപിൻ്റെ കുറേ മൂവിയുടെ പ്രൊമോഷനും ചോദ്യങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് വേറെ കണ്ടസ്റ്റൻസിനെ കുത്തി പറയുന്നൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത്, ആ ഒരു അപ്ഡേറ്റ് ചെയ്യാതിരുന്നത്. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് കാണുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യണം. അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം ബിഗ് ബോസിനെ വിശേഷമായിട്ട്. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.